ഹായ്, നമസ്കാരം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. കോമൺ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അത്. അതനുസരിച്ചായിരിക്കും മറ്റുള്ളവർ നമ്മളോട് എന്ത് പറയണം, എങ്ങനെ പറയണം എന്നൊക്കെ തീരുമാനിക്കുന്നതും. അത് മാത്രമല്ല, കുറച്ചു നേരം സംസാരിക്കുക കൂടി ചെയ്താൽ നമ്മുടെ പൊട്ടൻഷ്യല് മനസ്സിലാക്കാൻ കഴിവുള്ളവരുമാണ് മറ്റുള്ളവർ, അല്ലെ? ഒരു മുൻ പരിചയം ഇല്ലാത്ത പുതിയൊരു സാഹചര്യത്തിലേക്കോ പുതിയൊരു സർക്കിളിലേക്കോ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എടുക്കുന്ന മനോഭാവം എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, പുതിയൊരു കല്യാണം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു കോളേജിലേക്ക് പോകുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു റിയൽ സ്വഭാവം കാണിക്കാറില്ല. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കും ആദ്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ ഇത് പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ടാക്കാൻ ഇടയാകാറുണ്ട്. അവര് ചിന്തിക്കുന്നത്, ഓക്കെ, ഈ വ്യക്തി വളരെ സോഫ്റ്റ് ആണ്, അതുകൊണ്ട് മെന്റലി ഹറാസ്മെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒത്തിരി പണികളൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അടിമയാക്കി വെക്കാം, ഓക്കെ, അതുമല്ലെങ്കിൽ ഒത്തിരി പേടിയുള്ള ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും വരാനുള്ള സാധ്യതകൾ ഉണ്ട്. നമ്മൾ എന്താണോ അത് അവിടെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് ബോൾഡ് ആയിരിക്കുക. ബോൾഡ് ആയ വ്യക്തികളാണെങ്കിലും പലപ്പോഴും അത് കാണിക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് കാണിക്കാറ്. അപ്പോ ഇത് പോകെ പോകെ നമ്മുടെ ഒരു ബോൾഡ്നെസ് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാകും. അല്ലെങ്കിലോ നമ്മൾ ബോൾഡ് ആയി തുടങ്ങുമ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, നമ്മൾ എന്താണോ അത് അവിടെ എക്സ്പ്രസ് ചെയ്യുക. ഇനി ഇതുപോലെ പെട്ടുകിടക്കുന്ന വ്യക്തികളോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ മൂല്യം എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും കാണിച്ചു കൊടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഞാൻ മുകളിൽ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ അഹങ്കാര മൂലവും മറ്റുള്ളവരുടെ അറിവില്ലായ്മ മൂലവും മറ്റുള്ളവരുടെ പർപ്പസ്ഫുള്ളി വേദനിപ്പിക്കണം എന്ന ചിന്തയിലൂടെയും ഉള്ള പ്രവൃത്തികൾ നമ്മളെ വേദനിപ്പിക്കാനായിട്ട് തുടങ്ങും. അത് നമ്മൾ അനുഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നല്ല ബോൾഡ് ആയിരിക്കണം. നമ്മൾ ബോൾഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. പ്രശ്നങ്ങളിൽ കരഞ്ഞ് ഇരിക്കുന്നവരെ ആർക്കും വലിയ ഇഷ്ടമല്ല, അല്ലെ? ആ പ്രശ്നങ്ങളിൽ വിഷമങ്ങൾ ഉണ്ടാകുമെങ്കിലും കുറച്ചു നേരം വിഷമിച്ചിരുന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ അതിൽ നിന്നും എഴുന്നേറ്റ് അതിനെന്താണോ സോൾവ് അത് കണ്ടെത്തി അടുത്ത മാർഗം നമ്മൾ കാണുക എന്നുള്ളതാണ്. അതാണ് ഒരു ബോൾഡ് ആയ ഒരു വ്യക്തി ചെയ്യുക. നമ്മൾ ഇങ്ങനെ ചെയ്യാൻ ശീലിച്ചു കഴിയുമ്പോൾ ഈ മറ്റുള്ളവര് നമ്മളെ അധികം വേദനിപ്പിക്കാനായിട്ട് വരില്ല. കാരണം അവർക്കറിയാം ഈ ഒരു വ്യക്തിക്ക് ഒട്ടും പേടിയൊന്നുമില്ല. പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നും അതിൽ നിന്നും എങ്ങനെ പുറത്തു വരണമെന്നും നന്നായിട്ട് അറിയാം എന്ന ഒരു ചിന്ത അവർക്ക് ഉണ്ടാകും. അങ്ങനെയുള്ള വ്യക്തികളോട് അടുക്കാനായിട്ട് മറ്റുള്ളവർ പേടിക്കുകയും ചെയ്യും. ഇനി രണ്ടാമതൊരു കാര്യമാണ്, നെവർ എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിവൺ. നമ്മൾ ആരുടെ കയ്യിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമ്മുടെ കടമ എന്തോ അത് നിർവഹിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക. അതാണ് ഏറ്റവും നല്ല വഴി. അല്ലെങ്കിൽ നമ്മൾ അധികം ഈ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കാൻ പോകുമ്പോഴാണ് കൂടുതൽ വേദനകൾ നമുക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. അടുത്തൊരു കാര്യമാണ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നമ്മുടെ ഹെൽത്ത് നമ്മൾ മാത്രമാണ് അതിന് റെസ്പോൺസിബിൾ. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാനായിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതിന് മോസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് കൊടുക്കുകയും വേണം. നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണോ അത് ചെയ്യാനുള്ള ടൈം നമ്മൾ കണ്ടെത്തുക. നമുക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയങ്ങൾ മാറ്റിവെക്കുക. അപ്പോ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ മെന്റലി ഫിസിക്കലിയും നമ്മൾ ഇംപ്രൂവ് ആകും. അത് കൂടുതൽ നമ്മളെ ബോൾഡ് ആക്കാനും അതുപോലെ തന്നെ വരുന്ന പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാനുള്ള കഴിവ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവരുടെ ഇത്തരം പ്രവൃത്തികൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായും ചെയ്തിരിക്കണം. അതായത് ബി ബോൾഡ്, നെവർ എക്സ്പെക്ട് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. താങ്ക് യു.